ഹായ് മക്കൾസ്, വളരെ കുറഞ്ഞ മിനിറ്റിനുള്ളിൽ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും. അതായത് ചാപ്റ്റർ ഇങ്ങനെ അറിയാലോ, നമുക്ക് പ്ലസ് ടുൻ്റെ ഓരോ ചാപ്റ്റേഴ്സും പൊളിറ്റിക്സിൻ്റെ ചാപ്റ്റേഴ്സ് അത്യാവശ്യം പഠിക്കാനുണ്ട്. പക്ഷേ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കണം, ഏത് പഠിച്ചാലാണ് മാർക്ക് കിട്ടുക എന്നുള്ളതിന് വളരെ കുറഞ്ഞ ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. അതായത് ഇത് നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കി തരാം, അല്ലെങ്കിൽ മനസ്സിലാവും. അതായത് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ, അതായത് 1.7 എന്നുള്ള ചാപ്റ്ററാണ് ദ റൈറ്റ്സ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്, ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം. അതിൽ നമ്മൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിപ്കോ മൂവ്മെന്റ്. ഈ ചിപ്കോ മൂവ്മെന്റ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒന്ന് ആരാണ് അത് എന്ത് ചെയ്തത്, സുന്ദർലാൽ ബഹുഗുണ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട കാര്യമാണ് എന്താണ് ചിപ്കോ മൂവ്മെന്റ്. അവിടുത്തെ മരങ്ങളൊക്കെ, അതായത് ആ ഹിമാചൽ പ്രദേശ് ആ ഭാഗങ്ങളിലൊക്കെ മരങ്ങളൊക്കെ അവിടുത്തെ സൈമൺ എന്നുള്ള സ്പോർട്സ് കമ്പനിക്ക് എഴുതി കൊടുത്തു. എന്നിട്ട് മരം വെട്ടുന്നതിനെതിരെ സ്ത്രീകൾ ഉൾപ്പെടെ ഇങ്ങനെ അതായത് കെട്ടിപ്പിടിച്ചുകൊണ്ട് നടത്തിയ സമരമാണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ നേട്ടങ്ങൾ പഠിക്കണം. അടുത്ത 15 വർഷത്തേക്ക് ചിപ്കോ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം, മുറിക്കാൻ പറ്റില്ല, മരങ്ങൾ മുറിക്കാൻ പറ്റില്ല. അത് ഈ രണ്ടാമത്തെ ദളിത് പാന്തേസ്. ദളിത് പാന്തേസ് എന്താണ്, നമ്മുടെ ഇക്വാലിറ്റി, അതായത് ഈ പറയുന്ന ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വം, ഇക്വാലിറ്റി ഇപ്പോൾ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ദളിത് വിഭാഗങ്ങൾ, അതായത് സമൂഹത്തിൽ കാസ്റ്റ് സിസ്റ്റത്തിലൂടെ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ തഴയപ്പെട്ട ഒരു ഫാമിലി എന്ന് പറയുന്ന തഴയപ്പെട്ട ഒരു വിഭാഗമാണ് ദളിത് വിഭാഗം എന്നത്. ആ ദളിത് വിഭാഗത്ത് അവർക്ക് കുടിവെള്ളം കിട്ടിയിരുന്നില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും, പിന്നെ അവിടുത്തെ സ്ത്രീകൾ അബ്യൂസ് ചെയ്തിരുന്നു, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ദളിത് പാന്തേസ് എന്ന് പറയുന്നത്. പിന്നെ ഭാരതീയ കിസാൻ യൂണിയൻ കർഷകരുടെ കാര്യങ്ങളെ പറ്റിയിട്ടാണ്, അവരുടെ ഡിമാൻഡുകളാണ് പഠിച്ചേക്കുന്നത്. കർഷകർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാനയിലുള്ള കർഷകരാണ് ഈ ഭാരതീയ കിസാൻ യൂണിയൻ്റെ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊണ്ടുവന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു, അവരുടെ ഡിമാൻഡുകൾ, അതായത് ഷുഗർ കെയിനും ആ കാര്യങ്ങളുടെയൊക്കെ വില കൂട്ടുക, ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ പറഞ്ഞു, കുറച്ചു കൊടുക്കാൻ പറഞ്ഞു, ഇവരുടെ കടങ്ങളൊക്കെ തള്ളുക, പെൻഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം. അതെന്തായിരുന്നു, മഹാരാഷ്ട്രയിലെ സ്ത്രീകൾ ഇറങ്ങിയ ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ആൻറ്റി അറാക്ക് മൂവ്മെൻറ്റ്, ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ ചാരായ വിരുദ്ധ പ്രസ്ഥാനം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മദ്യപാനത്തിനെതിരായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് മദ്യപാനം അവിടുത്തെ ആൾക്കാരുടെ കുടുംബത്തിൻ്റെ ജീവിതം ശരിക്കും തകർത്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നെ അതുപോലെ തന്നെ നർമ്മദ ബച്ചാവ് ആന്തോളൻ, ലാസ്റ്റ് വേണം നർമ്മദ ബച്ചാവ് ആന്തോളൻ. നർമ്മദ റിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അണക്കെട്ടുകൾക്കെതിരെ, ഡാമുകൾക്കെതിരെ ഒരു പോരാട്ടം ഉണ്ടായിരുന്നു. മേധാ പട്കർ ആയിരുന്നു അതിൻ്റെ ലീഡർ എന്നും കൂടി പഠിച്ചു വെച്ചാൽ ഏകദേശം. പിന്നെ ഇതിൽ ഇപ്രാവശ്യം എടുത്തു പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. അതാണ് RTA, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ കമ്മീഷൻ. 2005 നിലവിൽ വന്നത്. ഭാരതീയ കിസാൻ യൂണിയനാണ്. അപ്പോൾ അത് ജസ്റ്റ് നോക്കി വെക്കാം. ഏകദേശം എക്സാമിന് ഇപ്രാവശ്യം ചോദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി റീജിയണൽ ആസ്പിറേഷൻ, പ്രാദേശിക, 8ാമത്തെ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവിടുത്തെ പ്രാദേശിക അഭിലാഷങ്ങൾ. അതായത് എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, സ്വന്തമായിട്ട് ഓട്ടോണമി, അതായത് ഇന്ത്യയുമായിട്ടില്ല. നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, ഫ്രീഡം കിട്ടുന്ന സമയത്ത് സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോനും കൂടി ഒരുപാട് നാട്ടുരാജ്യങ്ങളെ, പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ഒന്നിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒന്നിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങൾ വിട്ടുനിന്നിരുന്നു. അങ്ങനെ ഓരോരുത്തർ പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഓട്ടോണമി വേണം, സ്വന്തമായിട്ട് ഭരിക്കണം. അതിന് കുറേ കാരണങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതിൽപ്പെട്ടാണ് ജമ്മു ആൻഡ് കാശ്മീർ, അത് പഠിക്കാനുണ്ട്. പിന്നെ ദ്രവീഡിയൻ മൂവ്മെൻറ്റ്, തമിഴ്നാട്ടിലെ തമിഴ് കൾച്ചർ കൊണ്ടുവരിക എന്നുള്ളത്, DMK, പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, AIDMK എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ടിയിലെ ആ ഒരു ഇതാണ്. പിന്നെ പഞ്ചാബ് പഠിക്കണം. പഞ്ചാബിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അകാലിദൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഒരു പ്രാവശ്യം ചോദിച്ചാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇന്ദിരാഗാന്ധി വധിക്കാനുള്ള കാരണം തന്നെ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതായത് ഈ പറയുന്ന സുവർണക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിൽ തീവ്രവാദികൾ കയറിയപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ പറയുന്ന ഇന്ദിരാഗാന്ധി ഒരു ഓപ്പറേഷൻ നടത്തി, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അതിൻ്റെ ഭാഗമായിട്ട് തീവ്രവാദികളൊക്കെ തുരുത്തി ഓടിച്ചു. അങ്ങനെ സ്വാഭാവികമായിട്ട്. പക്ഷെ അത് സിഖ് വംശജർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവിടുത്തെ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്ന അവരുടെ ആരാധനാലയമാണ്. അതിലാണ് ഇന്ദിരാഗാന്ധി കയറി കളിച്ചത്. അങ്ങനെ ഒരു സിഖ് വംശജൻ തന്നെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലാണ്. അതാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. പിന്നെ നോർത്ത് ഈസ്റ്റ്, ഇതാണ് essay വരാൻ ചാൻസ് ഉള്ള, എപ്പോഴും essay ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഏത്, വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ. വടക്ക് എന്ന് പറഞ്ഞാൽ 7 സംസ്ഥാനങ്ങളുണ്ട്. 7 സപ്ത സഹോദരന്മാരെന്നറിയപ്പെടുന്ന നാഗാലാൻഡ്, മിസോറാം, മണിപ്പൂർ, അങ്ങനത്തെ കുറച്ച് 7 ഭാഗങ്ങളിൽ, അരുണാചൽ പ്രദേശ്, അവരുടെയൊക്കെ ഓട്ടോണമിക്കൊക്കെ വേണ്ടിയിട്ട് അവർ സെഷനിസ്റ്റ് മൂവ്മെൻറ്റ് പഠിക്കാനുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ, നാഗാലാൻഡ്, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് ഇത്രയും പഠിക്കണം. അതാണ് 2 ചാപ്റ്ററിൻ്റെ എന്തെന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 2 ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് നമുക്കിത് എടുത്തു തന്നിട്ടുള്ളത്. മക്കൾ ഇതേപോലെ നമ്മൾ ഇനി 9ഉം 10ഉം ചാപ്റ്റർ എടുക്കും. അങ്ങനെ എല്ലാ ചാപ്റ്ററിൻ്റെ സമ്മറി മക്കൾക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് തരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. സെറ്റ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. നമുക്ക് ഈ +2 നമ്മൾ കളറാക്കിയിരിക്കും. ഹാപ്പി ആയിരിക്കുക.